ഡോക്ടർ, ഇപ്പോൾ നമ്മൾ ഫങ്ഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നതാണ്. അതും ഇപ്പോഴാണെങ്കിൽ കുറേ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ടൈം ആണെങ്കിലും ഇപ്പം മണി ആണെങ്കിലും എല്ലാവരും ഫങ്ഷൻസിന് വേണ്ടി അതായത് നന്നായിട്ട് ഒരുങ്ങി പോവാൻ, അതായത് ബ്യൂട്ടി പാർലറിൽ പോകുന്നു, ബ്യൂട്ടീഷ്യനെ ഫിക്സ് ചെയ്യുന്നു. അതായത് എസ്പെഷ്യലി വെഡ്ഡിങ്ങിനൊക്കെ ആണെങ്കിൽ നമ്മൾ കുറേ ഡേയ്സ് മുന്നേ തന്നെ ഇതൊക്കെ ഫിക്സ് ചെയ്യും. ഹെയർ ഫിക്സിങ് ആണെങ്കിലും എല്ലാം നേരത്തെ ചെയ്യാറുണ്ട്. പക്ഷെ എന്നാലും ആ ഒരു ഫോട്ടോ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ വീഡിയോ എടുക്കുമ്പോഴോ അതിനൊക്കെ ഇപ്പോൾ പ്രയോറിറ്റി കൊടുക്കുന്ന ഈ കാലത്ത് നമ്മൾ ആക്ച്വലി ചിന്തിക്കുമ്പോൾ നമ്മൾ ചിരിയാണ് എല്ലാത്തിലും കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമല്ലേ? അത്യാവശ്യം എന്നല്ലെങ്കിൽ പോലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ ഡോക്ടർ? ഡെഫിനറ്റ്ലി ആമി പറഞ്ഞ പോലെ നമ്മൾ വെഡിങ്ങിന് നേരത്തെ പ്ലാൻ ചെയ്യും. ഡ്രസ്സിന് വേണ്ടിയും കോസ്മെറ്റിക്സ്, ഹെയർ മേക്കപ്പ്, ഡെസ്റ്റിനേഷൻ വരെയൊക്കെ പ്ലാൻ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ആ ദിവസം നമ്മുടെ ചിരി ഏറ്റവും നന്നായിട്ട് കാണാനും നമ്മൾ പ്ലാൻ ചെയ്യണം. കാരണം അന്ന് ഇപ്പോൾ വെഡിങ് ഡേ അല്ലെ എൻഗേജ്മെൻറ്റ് ഏത് ഫംഗ്ഷൻ ആയാലും അന്ന് രാവിലെ മുതൽ രാത്രി വരെ അല്ലെങ്കിൽ ഒരു ഫുൾ ഡേ കോൺഫിഡൻറ്റോടെ ചിരിക്കാൻ പറ്റണമെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ ഷേപ്പും പല്ലിൻ്റെ കളറൊക്കെ നല്ല രീതിയിൽ ഇരുന്നാലല്ലേ ആ കോൺഫിഡൻസ് ഉണ്ടാകത്തുള്ളൂ. ആ ലാസ്റ്റ് മിനിറ്റത്തേക്ക് ആ വെഡ്ഡിങ് ഡേയോ അല്ല എൻഗേജ്മെൻറ്റ് ഡേയിൻ്റെ ആ ലാസ്റ്റ് ടൈമിലേക്ക് വെക്കാതെ നേരത്തെ പോയിട്ട് ഡെൻറ്റിസ്റ്റിനെ കാണിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താ, നിങ്ങളുടെ പല്ല് എങ്ങനെ വേണം, നിങ്ങളുടെ ചിരി എങ്ങനെ വേണം, ആ സ്പെഷ്യൽ ഡേ നിങ്ങൾക്ക് ഏറ്റവും ബ്രൈറ്ററായിട്ട് കാണണോ, അതെങ്ങനെ വേണം നിങ്ങൾ എഫക്റ്റീവായിട്ടൊന്ന് ഡെൻറ്റിസ്റ്റിനെ കാണിച്ച് സംസാരിക്കുക. അപ്പം നമുക്കത് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും. കാരണം വെഡ്ഡിങ് എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്ക് ലൈഫ് ടൈം ഫോട്ടോസ് അതാണ് മെയിൻലി. അതായത് ഇപ്പോൾ നമ്മുടെ ലൈക്ക് പേരൻസിനെയൊക്കെ നോക്കുകയാണെങ്കിലും വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഫോട്ടോസ് ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. അതിലൊക്കെ നമ്മളാണെന്നത്തെ മെയിൻ ക്യാരക്ടർ അല്ലെങ്കിൽ നമ്മുടെ ആ ഫോട്ടോസിലും ആ വീഡിയോസിലും അല്ലെങ്കിൽ റീൽസ് ആയിക്കോട്ടെ, ഇതിലൊക്കെ നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ട് എൻഹാൻസ് ചെയ്യണം. അതിൻ്റെ മെയിൻ ഒരു ഫാക്ടറാണ് നമ്മുടെ സ്മൈല്. അപ്പം അതിന് ശരിക്കും പറഞ്ഞാൽ വേർത്തിയാണ് ആ പിക്ചേഴ്സ്. ഇപ്പം നമ്മളായിക്കോട്ടെ ഇപ്പം ഒരു പ്രോഗ്രാമിലല്ല വെഡിങ്ങിന് ഒരുങ്ങിപ്പോയാൽ ആ പ്രസൻസ് അതല്ലാതെ ഇൻസ്റ്റാഗ്രാം പോലത്തെ ഈ പിക്ചേഴ്സ് ആണ് മെയിൻലി എല്ലാവരും നോക്കുന്നത്. നമുക്ക് ബെസ്റ്റായിട്ട് പോസ്റ്റ് ചെയ്യാൻ ഒരു പിക്ചർ കിട്ടണം. അപ്പം അതിലൊക്കെ നമ്മുടെ സ്മൈല് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ആ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ അതിനെ നമുക്ക് ആക്കി എടുക്കാൻ പറ്റും സ്മൈൽ മേക്ക് ഓവേഴ്സ് ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ആ ലൈഫ് ടൈം പിക്ചേഴ്സ് അത് എപ്പോഴും അതൊരു ഫോറെവർ മെമ്മറിയാണ്. അപ്പോൾ അതിലെന്താ നമ്മുടെ സ്മൈൽ എപ്പോഴും ബെസ്റ്റ് ആയിട്ടിരിക്കണം. അതിന് ഈ പറഞ്ഞ പോലെ സ്മൈൽ മേക്ക് ഓവേഴ്സ് ഒക്കെ നമുക്ക് നടത്താം. ശരിക്കും വർത്താണ് ആ ഒരു ഫംഗ്ഷന് വേണ്ടി. ഇപ്പം ഈ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അതിനൊക്കെ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. സോ ഒരു നമ്മുടെ ഈ സ്മൈൽ മേക്ക് ഓവർ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞത് ഒരു ഫോറെവറാണ്, ലൈക്ക് ഒരു ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് വേണം പറയാം. വെഡിങ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ഡേ ഫംഗ്ഷൻ, അതിനുവേണ്ടി നമ്മൾ അത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നു. സോ വൈ കാൻ ബി നമ്മൾ ആ സ്മൈലിന് വേണ്ടി നമുക്ക് എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൂടാം? അത് മാത്രമല്ല അതൊരു സെൽഫ് കെയറും കൂടിയാണ്. നമുക്ക് വേണ്ടി കുറേ കാലത്തേക്ക് നിലനിൽക്കാൻ വേണ്ടി നമുക്ക് ഒരു സെൽഫ് കെയർ ആണ്. നമ്മൾ പെഡിക്യൂർ മാനിക്യൂർ ഒക്കെ ചെയ്യുന്ന പോലെ നമ്മുടെ പല്ല് അല്ലെങ്കിൽ നമ്മുടെ ചിരി അല്ലെങ്കിൽ നമ്മുടെ ആ ഡേ ബെറ്റർ ആക്കാൻ വേണ്ടി നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. ആ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ പൈസ അത് വർത്താണ്. കാരണം സിംഗിൾ ഡേക്ക് വേണ്ടിയിട്ടല്ല, ലൈഫ് ടൈമിലേക്ക് വേണ്ടിയിട്ടാണ്. ഡോക്ടർ, ഇപ്പോൾ അതുപോലെ തന്നെ അതായത് ഇപ്പോൾ ബ്രൈഡ് ആണെങ്കിലും ഗ്രൂം ആണെങ്കിലും അവർക്ക് ഇപ്പോൾ ടൈം ബൈ ടൈം അറിയാം. അതായത് ഇപ്പോൾ ബുക്ക് ചെയ്യാനാണെങ്കിൽ ഇത്ര ഡേയ്സ് മുന്നേ ബുക്ക് ചെയ്യണം എന്നുണ്ട്. പക്ഷേ അതായത് ഈ ഡെൻ്റൽ ക്ലിനിക്കിൽ വരുമ്പോൾ അവരെത്ര ദിവസം മുന്നേ ആയിരിക്കും ഒരു അപ്പോയിൻമെൻറ്റ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ആവശ്യത്തിനനുസരിച്ച് എത്ര ഡേയ്സ് മുന്നേ എങ്കിലും അവർ കണ്ടിരിക്കണം? അത് എന്ത് ട്രീറ്റ്മെൻ്റ് ആണെന്ന് അനുസരിച്ചിരിക്കും. അതായത് ചിലപ്പോൾ ചില പേഷ്യൻസിന് അല്ലെങ്കിൽ ചില ക്ലയൻസിന് പല്ലിൻ്റെ കളർ ഒന്ന് മാറ്റിയാൽ മതി. കല്യാണത്തിന് എൻ്റെ പല്ല് കുറച്ചുകൂടെ ബ്രൈറ്ററായിട്ട് കാണാം. അപ്പോൾ ഒരു ബ്ലീച്ചിങ് ആണെങ്കിൽ സിംഗിൾ അപ്പോയിൻമെൻറ്റ് മതി. അല്ല, ചില ആൾക്കാർക്ക് പല്ലിൻ്റെ ചെറിയ ചെറിയ ഗ്യാപ്പുകൾ ഉണ്ടാവും. അങ്ങനെ ഗ്യാപ്പ് അടയ്ക്കുന്ന രണ്ട് രീതിയിൽ അടയ്ക്കാം. പല്ലിനെ നീക്കിയിട്ടും അടയ്ക്കാം, അതിനിടയ്ക്ക് കുറച്ച് ഫില്ലിങ്ങോ അല്ലെങ്കിൽ സെറാമിക്സ് വെച്ചോ അടയ്ക്കാം. അങ്ങനെ സെറാമിക്സോ ഫില്ലിങ്സോ ആണെങ്കിൽ 2 to 3 അപ്പോയിൻമെൻറ്റ്സ് മതി. അതായത് 3-4 ദിവസം കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്യാം. പക്ഷെ പല്ല് നീക്കിയിട്ട്, അതായത് ഓർത്തഡോണ്ടിക് കറക്ഷൻ എന്ന് പറയും, അലൈനേഴ്സോ അങ്ങനെ അലൈനേഴ്സോട്ടോ കമ്പിയിട്ടോ ആ പല്ലിൻ്റെ കംപ്ലീറ്റ് അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ നേരത്തെ പ്ലാൻ ചെയ്യണം. അല്ലെങ്കിൽ പറ്റുവാണെങ്കിൽ 6 to 8 months മുമ്പേ പ്ലാൻ ചെയ്തിട്ട് എന്താണ് പ്രശ്നം എന്നനുസരിച്ച് നമുക്കത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന 1 വർഷം മുമ്പാണെങ്കിൽ നിങ്ങളുടെ അലൈൻമെൻറ്റ് മൊത്തമായിട്ട് പല്ല് നേരെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ ഒരു 1 week മതി. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കളർ മാറ്റണമെങ്കിൽ സിംഗിൾ ഡേ അപ്പോയിൻമെൻറ്റ് മതി. സോ ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കാതെ നേരത്തെ വന്ന് പ്ലാൻ ചെയ്ത് കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുത്ത് അതായത് നിങ്ങളുടെ ആ ഡേ സ്പെഷ്യൽ ആക്കുക.